പുരാണ കഥകൾക്കും ഇതിഹാസങ്ങൾക്കും മിത്തുകൾക്കുമെല്ലാം അപ്പുറം ഗൾഫ് നാടുകളിൽ സമൃദ്ധിയുടെ എണ്ണക്കാലം തുടങ്ങുന്നതിന് മുൻപ് മലയാളികൾ ഭാഗ്യം തേടി പോയിരുന്ന ഒരു നാട്. പ്രവാസത്തിന്റെ ആദ്യകാല അനുഭവങ്ങൾ മലയാളികൾക്ക് പറഞ്ഞു തന്ന സിലോൺ എന്ന ഇന്നത്തെ ശ്രീലങ്ക. ഒരു കുളമ്പുകാരനെങ്കിലും ഇല്ലാത്ത പ്രദേശങ്ങൾ വിരളമായിരുന്നു ഒരു കാലത്ത് കേരളത്തിൽ. ഭൂപടത്തിലെ രൂപം കൊണ്ട് ഇന്ത്യയുടെ കണ്ണുനീർ എന്നറിയപ്പെടുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട മരതക ദ്വീപ് ശ്രീലങ്കയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് രാഷ്ട്രമാണ് ശ്രീലങ്ക. 1972 വരെ സിലോൺ എന്നായിരുന്നു ഔദ്യോഗിക നാമം. ശ്രീ ജയവർദ്ധനപുരെ കോട്ടയാണ് ശ്രീലങ്കയുടെ ഔദ്യോഗിക തലസ്ഥാനം. ശ്രീലങ്കൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. വാണിജ്യ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും കൊളംബോയാണ്. സിംഹളയും തമിഴുമാണ് ഔദ്യോഗിക ഭാഷകൾ. ഏതാണ്ട് 2 കോടിയോളം ജനസംഖ്യയുള്ള രാജ്യത്ത് 74% പേർ സിംഹളരാണ്. ശ്രീലങ്കൻ രൂപയാണ് ഔദ്യോഗിക കറൻസി. ശ്രീലങ്ക എന്ന ദ്വീപ് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ തുടങ്ങുന്നത് BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നുമുള്ള ഇൻഡോ ആര്യൻ ജനസമൂഹത്തിന്റെ കുടിയേറ്റത്തോടെയാണ്. ഉത്തരേന്ത്യയിൽ നിന്നും കുടിയേറിയ ഈ സമൂഹത്തിന്റെ പിൻതലമുറക്കാരാണ് ഇന്നത്തെ സിംഹളർ. ബുദ്ധമത ഗ്രന്ഥമായ മഹാവംശയിൽ സിംഹളരുടെ പൂർവ്വകാല ചരിത്രങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ശ്രീലങ്കയിലെ അനുരാധാപുരത്ത് നിന്നും പുരാവസ്തു ഗവേഷകർക്ക് ലഭിച്ച BC 600-ലെ ശിലാലിഖിതങ്ങളിൽ കാംബോജ്, മൗര്യ, തമിഴ്, മ്ലേച്ഛ, ജാവക തുടങ്ങിയ ഇന്ത്യൻ വംശങ്ങളെപ്പറ്റി ബ്രാഹ്മി ലിപിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രാചീന കാലം തൊട്ട് തന്നെ തമിഴ് ജനതയും ശ്രീലങ്കയിലുണ്ടായിരുന്നു. AD 10-ാം നൂറ്റാണ്ട് വരെയുള്ള ഭൂരിഭാഗം കാലവും തമിഴ് രാജാക്കന്മാരായിരുന്നു ആധിപത്യം പുലർത്തിയിരുന്നത്. 11-ാം നൂറ്റാണ്ടിൽ വിജയബാഹു 1-ാമൻ രാജാവ് സിംഹള രാജവംശം പുനഃസ്ഥാപിച്ചു. പുരാതന കാലം മുതലേ വാണിജ്യ കപ്പൽ പാതകളുടെ ഒരു കേന്ദ്രമായിരുന്നു ശ്രീലങ്ക. കിഴക്കും പടിഞ്ഞാറും നിന്നുള്ള കച്ചവടക്കാർക്ക് ചരക്കുകൾ പരസ്പരം കൈമാറുന്നതിനുള്ള കേന്ദ്രമായിരുന്നു ഇത്. 1505-ലാണ് പോർച്ചുഗീസുകാർ ശ്രീലങ്കയിലേക്ക് എത്തുന്നത്. അറബി വ്യാപാരികൾക്ക് മേൽക്കോയ്മയുണ്ടായിരുന്ന തുറമുഖ നഗരമായ കൊളംബോയിൽ പോർച്ചുഗീസുകാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. തുടർന്ന് സിംഹളരെ ക്രിസ്തുമതത്തിലേക്ക് മാറ്റാൻ തുടങ്ങിയ പോർച്ചുഗീസുകാരെ ബുദ്ധമതക്കാർ എതിർത്തു. 1660-ൽ ഡച്ചുകാർ പോർച്ചുഗലിനെ തുരത്തി ശ്രീലങ്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അധീനതയിലാക്കി. 1919-ൽ ഇന്ത്യയെ മാതൃകയാക്കി സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾക്കായി സിലോൺ നാഷണൽ കോൺഗ്രസ് രൂപമെടുത്തു. സിംഹള മഹാസഭ, തമിഴ് കോൺഗ്രസ് എന്നീ പാർട്ടികളും ഇക്കാലത്ത് ശക്തി ആർജിച്ചിരുന്നു. സിലോൺ നാഷണൽ കോൺഗ്രസ് നേതാവായിരുന്ന ഡോൺ സ്റ്റീഫൻ സേനാനായകൻ സിംഹള മഹാസഭയും തമിഴ് കോൺഗ്രസുമായി ചേർന്ന് സഖ്യമുണ്ടാക്കുകയും ബ്രിട്ടന്റെ സഹായത്തോടുകൂടി ശ്രീലങ്കയുടെ ഭരണം നേടുകയും സേനാനായകെ പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടന്റെ ആധിപത്യമായിരുന്നു പിന്നീട് ശ്രീലങ്കയിൽ. 1948 ഫെബ്രുവരി 4-നാണ് ശ്രീലങ്ക കോമൺവെൽത്ത് ഓഫ് സിലോൺ എന്ന പേരിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായത്. 1960-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ബന്ധാരനായികയുടെ ഭാര്യയായ സിരിമാവും പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു സിരിമാവ്. 1972-ൽ സിരിമാവയുടെ ഭരണകാലത്താണ് ശ്രീലങ്ക റിപ്പബ്ലിക്കായി മാറിയത്. സിംഹളയെ ഔദ്യോഗിക ഭാഷയായും തീരുമാനിക്കപ്പെട്ടു. സിരിമാവയുടെ കാലത്തെ തമിഴ് വിരുദ്ധ നടപടികളുടെ ഫലമായാണ് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന സായുധ തീവ്രവാദ വിപ്ലവ സംഘടന രൂപം കൊള്ളാൻ ഇടയായത്. സിരിമാവയ്ക്ക് ശേഷം അധികാരത്തിലെത്തിയ JR ജയവർദ്ധനെ തമിഴ് ജനതയോട് അതീവ വിവേചനത്തോടെയാണ് പെരുമാറിയത്. ഇതോടെ തമിഴ് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന വടക്കൻ പ്രദേശങ്ങളിൽ സിംഹള വിരുദ്ധ തരംഗം ശക്തി പ്രാപിക്കാൻ തുടങ്ങി. വടക്കൻ പ്രദേശങ്ങളിൽ തമിഴ് തീവ്രവാദ സംഘടനകളും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവായി. തമിഴ്നാട്ടിൽ നിന്ന് ശ്രീലങ്കൻ തമിഴർക്ക് സഹായവും ലഭിച്ചിരുന്നു. തുടർന്ന് നടന്ന സംഘർഷങ്ങളിൽ LTTE ശ്രീലങ്കൻ സൈന്യത്തിലെ 13 പട്ടാളക്കാരെ കൊലപ്പെടുത്തി. സർക്കാർ കൊല്ലപ്പെട്ട പട്ടാളക്കാരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാതിരുന്നത് സിംഹളരെ പ്രകോപിതരുമാക്കി. തുടർന്ന് സിംഹളരുടെ ഭാഗത്തു നിന്നും ശ്രീലങ്കൻ തമിഴർക്ക് നേരെ വ്യാപകമായ അക്രമങ്ങൾ അരങ്ങേറി. 1983 ജൂലൈ 24-ന് രാത്രി തലസ്ഥാന നഗരമായ കൊളംബോയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം പിന്നീട് രാജ്യമൊട്ടാകെ കത്തിപ്പടരുകയായിരുന്നു. സിംഹള പൗരന്മാർ തമിഴരെ എവിടെ കണ്ടാലും ആക്രമിക്കാൻ തുടങ്ങി. 7 ദിവസത്തോളം നീണ്ടുനിന്ന കലാപത്തിൽ 3000 ശ്രീലങ്കൻ തമിഴർ മരിച്ചുവെന്ന് കണക്കാക്കുന്നു. 8000-ഓളം വീടുകളും 5000-ഓളം വ്യാപാര സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടു. 1,50,000-ഓളം ആളുകൾ ഭവനരഹിതരുമായി. കലാപകാരികൾക്ക് നിശബ്ദമായി ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന പേരിൽ ശ്രീലങ്കൻ സർക്കാരിന് ഒട്ടേറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. തുടർന്നുള്ള തമിഴ് സിംഹള കലാപങ്ങൾ ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് വളർന്നു. തുടർന്ന് അന്നത്തെ ഇന്ത്യൻ സർക്കാർ
ശ്രീലങ്കയിലേക്ക് സൈന്യത്തെ അയച്ചു. ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാനെത്തിയ ഇന്ത്യൻ സമാധാന സേനയുടെ തമിഴ് പുലികൾക്കെതിരെ ഉണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു LTTE ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ വധിച്ചത്. പിന്നീട് 1993 ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിരുന്ന രണസിംഹെ പ്രേമദാസിനെയും LTTE വധിച്ചു. ഇന്നും പല മേഖലകളിലായി പലവിധ പ്രതിസന്ധികൾ നേരിടുന്ന രാജ്യമാണ് ശ്രീലങ്ക. ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത മൂലം വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുകയാണ് രാജ്യം. പക്ഷേ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ രാജ്യത്തിന്റെ പ്രചാരം വളരുന്നുണ്ട്. വൈൽഡ് ലൈഫ് സഫാരികൾ, മനോഹരമായ ഭൂപ്രകൃതി, തേയിലത്തോട്ടങ്ങൾ, ചരിത്ര നഗരങ്ങൾ, പൗരാണിക അവശേഷിപ്പുകൾ, ഡൈവിംഗുകൾ, സർഫിംഗ് തുടങ്ങിയവയെല്ലാം ശ്രീലങ്കയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഭൂവിസ്തൃതിയാൽ ഒരു ചെറിയ ദ്വീപാണെങ്കിലും 8 യുനെസ്കോ ലോക പൈതൃക സൈറ്റുകളാൽ ശ്രദ്ധേയമാണ് ശ്രീലങ്ക. പൂർവ്വകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്ന സിഗിരിയ ശ്രീലങ്കയുടെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ്. വലിയൊരു പാറയിൽ കെട്ടിയുയർത്തിയ പോയ കാലത്തിന്റെ അവശേഷിപ്പുകളായ കോട്ടകളും കൊത്തളങ്ങളും ബുദ്ധവിഹാര കേന്ദ്രങ്ങളും ഗുഹാചിത്രങ്ങളും ഇവിടം സവിശേഷമാക്കുന്നു. ആനകളുടെ അനാഥാലയം എന്നറിയപ്പെടുന്ന പിനാവാലയിലെ ആന സംരക്ഷണ കേന്ദ്രം പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആനക്കുട്ടികളെ സംരക്ഷിക്കാൻ 1975 5 ആനക്കുട്ടികളുമായി തുടങ്ങിയതാണ് ഈ കേന്ദ്രം. ഇന്ന് 100-ലധികം ആനകൾ ഈ കേന്ദ്രത്തിലുണ്ട്. ശ്രീബുദ്ധന്റെ പല്ല് സൂക്ഷിക്കുന്ന കാൻഡിയിലെ ടൂത്ത് ടെമ്പിൾ വളരെ പ്രശസ്തമാണ്. രത്നങ്ങളാൽ അലങ്കൃതമായ ഒരു പേടകത്തിനുള്ളിൽ ഒരു സ്വർണ്ണ താമരയ്ക്കകത്താണ് പരിപാവനമായി കരുതുന്ന ഈ ദന്തം സൂക്ഷിച്ചിട്ടുള്ളത്. ലോകത്ത് വിരലിൽ എണ്ണാവുന്ന സ്ഥലങ്ങളിൽ മാത്രമുള്ള വെയിൽ വാച്ചിംഗ് ട്രിപ്പ് വഴി കുറഞ്ഞ ചിലവിൽ തിമിംഗലങ്ങളെ നേരിൽ കാണാൻ ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തുള്ള കടലോര പ്രദേശമായ മിനിസയിൽ ധാരാളം സഞ്ചാരികൾ എത്താറുണ്ട്. കറുവപ്പട്ടയുടെ ജന്മദേശം കൂടിയായ ശ്രീലങ്ക സിലോൺ തേയിലയ്ക്കും പ്രശസ്തമാണ്. മനോഹരമായ ബീച്ചുകളും 1000-ഓളം വർഷം പഴക്കമുള്ള ബുദ്ധക്ഷേത്രങ്ങളും വൈവിധ്യമാർന്ന വന്യജീവി വനമേഖലകളും ആർക്കിയോളജി അത്ഭുതങ്ങളും ചേർന്ന ശ്രീലങ്ക താരതമ്യേന കുറഞ്ഞ ചെലവിൽ മികച്ച കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു രാജ്യമാണ്. സ്തൂപങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങളും മറ്റുമൊക്കെ കാണുന്നതിന് പുറമെ നിരവധി സാഹസിക വിനോദങ്ങൾക്കും ശ്രീലങ്ക യാത്രക്കാർക്ക് അവസരമൊരുക്കുന്നുണ്ട്.